എഞ്ചിനീയർ ആവാൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇപ്പോൾ +1 +2 ഇപ്പോൾ +2 കഴിഞ്ഞ് കീം എഴുതി നിൽക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ്, അതായത് ഇപ്പോൾ ആ ഒരു കോളേജിലെ അക്കാദമിക് പാസ് റേറ്റ്. അതായത് നമുക്കറിയാം ഒരുപാട് കുട്ടികളാണ് ഓരോ എഞ്ചിനീയറിംഗ് കോളേജിലും ഓരോ സ്ട്രീംസിലേക്ക് അഡ്മിഷൻസ് എടുക്കുന്നത്, അല്ലേ മക്കളെ? അപ്പോൾ ആ അഡ്മിഷൻസ് എടുക്കുന്ന മക്കളിൽ നിന്നും എത്ര % ഓഫ് സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നേ പറ്റുള്ളൂ. എങ്കിലാണ് അതൊരു ബെസ്റ്റ് കോളേജ് ആണോ, എങ്ങനെയാണോ അവിടുത്തെ സ്റ്റഡീസ് എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നത് നമുക്ക് നല്ലൊരു കരിയർ ഓപ്ഷൻ കിട്ടാനാണ്, നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടാനാണ്, അല്ലേ? സോ അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ പ്ലേസ്മെൻറ്റ്സിൽ എത്രത്തോളം ആക്റ്റീവാണ്, ഏതൊക്കെ കമ്പനീസിൽ നിന്നാണ് എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസാണ് അവിടെ ഹയർ ചെയ്യാൻ വേണ്ടി വരുന്നത്, പ്ലേസ്മെൻറ്റിന് വേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ എടുക്കുന്ന ഒരു സ്ട്രീം ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ ECE ആയിരിക്കും, അല്ലെങ്കിൽ ഏതാണോ കോഴ്സ് എടുക്കുന്നത് ആ കോഴ്സിന് NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതെന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് അടുത്ത ഒരു കേസാണ്, അതായത് അവിടെ നിന്നും പാസ് ഔട്ട് ആവുന്ന എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ആൽമിനസ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നും പാസ് ഔട്ട് ആവുന്ന ആൽമിനി, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോളേജിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല കോളേജ് അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഓപ്ഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു കമ്പനി നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആ കോളേജിൻ്റെ ആൽമിനസ് തന്നെയാണ്. അപ്പോൾ അത് സ്ട്രോങ് ആണോ എന്നുള്ളതൊന്ന് നോക്കുക. ആൻഡ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാക്കൽറ്റി വിങ്. അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിലെ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിഫിക്കേഷൻ, എത്രത്തോളം റിസർച്ച് പേപ്പേഴ്സ് അവർ ചെയ്തിട്ടുണ്ട്, അല്ലേ? എത്രത്തോളം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി വിങ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ 4 വർഷം അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കളാണ്, ചിലപ്പോൾ MTech അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉള്ള ഒരു കോളേജ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി എവിടെയൊക്കെ പോയാലും നമ്മൾ എക്സൽ ചെയ്യുക എന്നുള്ളത് കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ എഞ്ചിനീയറിംഗ് കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടി, ഓക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് പോയി ജോയിൻ ചെയ്യാതെ, നിങ്ങളുടെ ലൈഫാണ്, ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. +1 +2 പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എഴുതണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് JEE ബാച്ച് ഉണ്ട്, +1 യോധ ബാച്ച് ആൻഡ് +2 വീര ബാച്ച് ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അതിലൊരു ഭാഗമാവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.